നമുക്കിന്ന് മസാല ബോണ്ട തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി തൊലിയോട് കൂടി കുക്കറിലിട്ട് പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുക്കണം. ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി പാനിലേക്കിട്ട് 1/2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞ് പാനിലേക്കിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴണ്ടു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും 2 നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയാൽ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് മിക്സ് ചെയ്യണം. ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഉരുളകളാക്കാം. ഇനി മസാല ബോണ്ട തയ്യാറാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാൻ 1/2 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 നുള്ളു കായത്തിന്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസ് ആയിട്ടുള്ള പരുവത്തിൽ മാവ് റെഡിയാക്കണം. മസാല തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി മാറ്റാം. അതിനുശേഷം ഓരോ ഉരുളയെടുത്ത് മാവിൽ മുക്കി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ട് അടുത്ത സൈഡും വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവും. അകത്തെ മസാലയെല്ലാം വേവിച്ചതാണ്, പുറത്തെ കോട്ടിംഗ് മാത്രം വെന്താൽ മതി. എല്ലാ സൈഡും വെന്ത് വന്നാൽ എണ്ണയിൽ നിന്നും കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടവലിലേക്കോ മാറ്റാം. മസാല ബോണ്ട റെഡിയായിട്ടുണ്ട്.